എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി എഗ് റോസ്റ്റ് ആണ്. ഈ എഗ് റോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് 2 റെസിപ്പി ആക്കാനുള്ള ഒരു ടിപ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ടിപ്സ് മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് ഇനി കൂടുതൽ താമസിക്കുന്നില്ല, വേഗം വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതെല്ലാമാണ് നമ്മളുടെ എഗ് റോസ്റ്റിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പാൻ എടുത്താൽ മതി. ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഏതായാലും കുഴപ്പമില്ല, സ്വല്പം ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ആദ്യം തീ വേണ്ട. എണ്ണ ചൂടാകുമ്പോൾ മുട്ട ഫ്രൈ ചെയ്യാനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്വല്പം കൂടെ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് പുഴുങ്ങി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വെച്ച് വേണം നമ്മളിത് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതെനിക്ക് എൻ്റെ അമ്മായിയമ്മ പഠിപ്പിച്ചെന്ന റെസിപ്പീസാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ടേസ്റ്റിയുമാണ്. ഫസ്റ്റ് ഇതുപോലെ മുട്ട ഒന്ന് നമ്മൾ കമത്തി വേണിടാൻ. എന്നിട്ട് പതുക്കെ തീ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് ആ ഗ്രേവി മേലെ ഒന്ന് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം നിങ്ങളോടൊരു ടിപ്പ് പറഞ്ഞിരുന്നില്ലേ, ഒരു ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചോറിനൊക്കെ മുട്ട വറുത്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു ഓംലേറ്റാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത്, ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം, ആ ഒരു രീതിയിലെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ചോറിൻ്റെ കൂടെ, ഇപ്പോൾ മോരിൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ മുട്ട വറുത്ത് ഓംലേറ്റിന് പകരം ഇതുപോലെ ചെയ്ത് കഴിക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും. ഞാൻ സ്ഥിരം ചെയ്തതാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈ ആണ്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണം. ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടാവണം. ഇത് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയാണ്, എഗ് റോസ്റ്റിന് വേണ്ടിയുള്ള. ഇപ്പോൾ പാൻ ചൂടായി, നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. അധികം ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് അതനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഈ ഓയിലൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, അതിനുശേഷം 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതേപോലെ അരിഞ്ഞാൽ മതി. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പകുതി സവാള സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം
കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ വേറെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് വേഗം സോട്ടായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വേഗം ആയി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കഴിഞ്ഞാൽ വേഗം ആവുകയും ചെയ്യും. ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, അല്ലാതെ ഫ്രൈ ആയി ഒന്നും കിട്ടണ്ട. എല്ലാം ഒന്ന് ഉടനെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി. മൂടി വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളിടാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി അത് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ ഒന്ന് പതുക്കെ സോട്ട് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങൾ നോക്കി വേണം, കാരണം മുട്ട ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, കാരണം നമ്മൾ എഗ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വല്പം ചെയ്താൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് തൈരാണ്. ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പുളിയുള്ള തൈര് വേണ്ട, നേരിയ പുളിയുള്ള തൈര് മതി. അതും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. സ്വല്പം കൂടെ മതി. നന്നായി മിക്സ് ചെയ്യാം. ഈ തൈരും എല്ലാം കൂടെ, ഈ മസാലയെല്ലാം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാൻ മൂടി. ഉണ്ടോ, ഇപ്പം എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് ഒരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിൻ്റെ മേലെ ഓരോന്നായിട്ട് പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി മസാലയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം മസാല എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. എൻ്റെ അമ്മായിമ്മ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. വളരെ ഈസിയുമാണ്. അപ്പം മലയാളികൾ അങ്ങനെ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചപ്പാത്തിയിലൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി തന്നെ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.